ഹലോ ഗേസ്, ഒരു കിഴി പൊറോട്ട ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ. അപ്പോൾ അതിനെ ഇല ഒന്ന് വാട്ടിയെടുക്കേണ്ട. ഇല വാട്ടിയില്ലെങ്കിൽ ഇല പൊട്ടിപ്പോവും കിട്ടുങ്ങളേ. അതുകൊണ്ട് ഒരു കിഴി പൊറോട്ട ഉണ്ടാക്കാനുണ്ട്. അതിനെ നമുക്കൊന്ന് ഇല വാട്ടി റെഡിയാക്കി എടുക്കാം കേട്ടോ. കിഴി പൊറോട്ടയ്ക്ക് വേണ്ടി ആദ്യം നമ്മളൊരു പൊറോട്ട വെച്ചിട്ടാ ചിക്കൻ കറി നമുക്ക് അതിലേക്ക് ഇടാട്ടോ. മുകളിലേക്ക് നമ്മൾ ഗ്രേവി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ചിക്കനും ആഡ് ചെയ്യണേ. വീണ്ടും ഒരു പൊറോട്ട കൂടി വെക്കേണ്ട. അതിൻ്റെ വീണ്ടും ഗ്രേവി ഇടണേ. ഗ്രേവിയും ചിക്കനും കൂടി അതിൻ്റെ മുകളിൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. കേട്ടാ, ചിക്കനും ഗ്രേവിയൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് വെക്കണേ. ഇത് നമ്മൾ ആവിയിലാണ്ട വേവിക്കണത്. അതിൻ്റെ മുകളിൽ ഒരു പൊറോട്ട കൂടി ഇടുകയാണ്. അപ്പം 3 പൊറോട്ട വെച്ചാണ്. എന്നിട്ട് നേരെ മടക്കി നല്ല നൂലെടുത്ത് നന്നായിട്ട് ഒന്ന് കെട്ടണം കേട്ടോ. ശരിക്കും നന്നായിട്ട് കെട്ടണം. അപ്പം ഇത് പൊട്ടൊന്നും ചെയ്തിട്ടോ. അപ്പോൾ കാണ്ട് നല്ല ആവി കയറാനുള്ളതാണല്ലോ. വേണ്ട, നന്നായിട്ട് നല്ല രീതിയിൽ കെട്ടി സെറ്റാക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇഡലി പാത്രം എടുത്തിട്ട് അതൊന്ന് ഇഡലി പാത്രം വെച്ചിട്ടുണ്ടാ. അപ്പൊ അതൊന്ന് റെഡി ആവാനായിട്ട് ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നമുക്ക് ആവി കൊള്ളിക്കാം. അപ്പൊ നൈസ് റെഡി ആയി വന്നിട്ട് ചൂടായിട്ടൊക്കെ ഉണ്ടാ. അപ്പൊ ഇഡലി പാത്രത്തിലേക്ക് നമ്മ കിഴി പൊറോട്ട ഇത് വെച്ചിട്ട് ആവി വെച്ചിട്ടേണ്ട. ഒരു 5 മിനിറ്റ് നമുക്ക് ആവിയിൽ വേവിച്ചിട്ട് എടുക്കാട്ടോ. അപ്പൊ ആവിയിൽ അങ്ങോട്ട് ഇന്ന് കിഴി പൊറോട്ട അങ്ങോട്ട് ആവിയോട്ടെ. ഇഡലി പാത്രത്തിന്റെ അടപ്പ് ഞങ്ങൾ തുറന്നു നോക്കാൻ പോവേണ്ട. എങ്ങനെയുണ്ട് നോക്കട്ടെ. ആവിയൊക്കെ കൊണ്ടുവന്നേ കേസ് നല്ലോണം ആവിയൊക്കെ കൊണ്ടിട്ടുണ്ട്. വേണ്ട, അടിപൊളിയായിട്ട് ആവി കൊണ്ടുവന്നു കേട്ടോ. അപ്പൊ അത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ അതൊരു പാത്രത്തിലേക്ക് എടുക്കാൻ പോവേണ്ട. നല്ല ചൂടുണ്ട് ഗൈസ്. കൈ കൊണ്ട് എടുക്കാൻ നോക്കിയപ്പോ കൈ പൊള്ളി. അപ്പൊ അത് നേരെ ഒരു സ്പൂൺ എടുത്ത് അതിന്റെ അടിയിൽ നേരെ നോക്കടാ ഗൈസ്. എങ്ങനെയാണ് ഒന്ന് തുറന്നു നോക്കട്ടെ എങ്ങനെയാണെന്ന്. അപ്പൊ കെട്ടൊക്കെ അഴിച്ചിട്ടാ. കെട്ടഴിച്ച് നമ്മൾ തുറന്നു നോക്കണം കേസ്. ആവിയാ നോക്കി, നല്ല സ്മെല്ലുണ്ട് കേസ്. ചിക്കൻ്റെ ഒക്കെ സ്മെല്ലേ വേണ്ട. ഇപ്പൊ ടേസ്റ്റ് ചെയ്യാനുള്ള PRP ആണ് ടേസ്റ്റ് ചെയ്യണത്. കുക്കപ്പനിന്റെ അടുത്ത് ഇപ്പുണ്ട്. അപ്പൊ എന്നെ പറഞ്ഞു അച്ഛാ ഞാൻ ടേസ്റ്റ് ചെയ്ത് കേട്ടാന്ന് പറയണ്ട. ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? ടേസ്റ്റ് ചെയ്തപ്പോ എങ്ങനെയുണ്ട് ഗൈസ്? സൂപ്പർ. അപ്പൊ ഇത്ര ഉള്ള ഗൈസ് വീഡിയോ. അപ്പൊ അടുത്ത നല്ല നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനി വരുന്നതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്.